ഇപ്പോൾ നാവികസേന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിമാനം ഇറങ്ങി തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപയെ സേനാ നേതാക്കൾ അവരെ അഭിവാദ്യം ചെയ്ത് സ്വാഗതം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമയം ഇപ്പോൾ തന്നെ 4:30 അടുക്കുന്നു. 4:30 മണിക്കാണ് എത്തുക എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 4:30 മണി മുതലാണ് ഇനി നാവികസേനാ ദിനാഘോഷങ്ങൾ നടക്കുന്നത് തലസ്ഥാനത്ത് ശംഖുമുഖത്ത്. എന്തായാലും രാഷ്ട്രപതി എത്തിച്ചേർന്നിരിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തിച്ചേർന്നിരിക്കുന്നു. നാളെയാണ് നാവികസേനാ ദിനം. രാഷ്ട്രപതിയുടെ സമയവും സൗകര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ തരത്തിലും സർവ്വസജ്ജമായിരിക്കുകയാണ് നാവികസേന. ഇന്ത്യൻ നാവികസേനയുടെ, ഇന്ത്യൻ സമുദ്രാതിർത്തികൾ കാക്കുന്ന സേനയുടെ ശക്തിയും കരുത്തുമൊക്കെ ലോകത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് നാവികസേനാ ദിനാഘോഷം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇതാദ്യമായാണ് കേരളം നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമാകുന്നത്. ദിനാഘോഷം കേരളത്തിൽ നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. മുഖ്യമന്ത്രി, ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയും എത്തും. രാഷ്ട്രപതി എത്തുകയാണ്. രാഷ്ട്രപതിയുടെ വാഹനമാണ് നമ്മൾ കാണുന്നത്. എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം. അതായത് നമുക്കറിയാം, സാധാരണഗതിയിൽ വിമാനവാഹിനികൾ, യുദ്ധക്കപ്പലുകൾ എന്നൊക്കെയുള്ള നമ്മുടെ പ്രതിരോധ രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ അത്രമാത്രം സുരക്ഷിതമായിട്ടും അത്രമാത്രം രഹസ്യാത്മകമായിട്ടൊക്കെ സൂക്ഷിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ആ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും പടക്കപ്പലുകളും ഒപ്പം എല്ലാം തന്നെയും അത് ലോകത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും, സാധാരണ പൗരന് വരെ അത് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ആഘോഷിക്കുകയാണ്. 1971 ഓർമ്മയിലാണ് എല്ലാ വർഷവും നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. അതിൻ്റെ പ്രധാന കേന്ദ്രത്തിൽ നിന്നും മാറ്റി മറ്റിടങ്ങളിലേക്കൊക്കെ, രാജ്യത്തിന് വിവിധ ഇടങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഈ വർഷത്തെ നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. രാഷ്ട്രപതി എത്തുന്നു. ഒപ്പം തന്നെ ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് കാണാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തദ്ദേശീയമായി കൊച്ചിയിൽ വികസിപ്പിച്ചിട്ടുള്ള വിക്രാന്ത് ഉൾപ്പെടെയുള്ളവ ഇന്നിപ്പോൾ അണിനിരക്കും. ആ തരത്തിൽ നമ്മൾ ഒരുപക്ഷെ അത്രമാത്രം വലിയ ദൃശ്യവിസ്മയത്തിനാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ ഉണ്ടാവും. പിന്നീടായിരിക്കും ആ ചടങ്ങിലെ, ആ കാഴ്ചയിലേക്ക് നാവികസേന കടക്കുക. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, രാഷ്ട്രപതി എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ ചടങ്ങുകളിലേക്ക് നീങ്ങുമോ? ഇനിയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? രാജ്യം കാത്തിരിക്കുന്ന കാഴ്ചകൾ. നാവികസേനാ ദിനാഘോഷം തലസ്ഥാനത്ത് നടക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്ന ഓരോ യുദ്ധക്കപ്പലുകളെയും വിമാനവാഹിനികളെയും ഒക്കെ കാണാനുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അതിന്റെ റിഹേഴ്സൽ ഒക്കെയും തലസ്ഥാനത്ത് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആകാശമം ഒക്കെ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇതാ അതിന്റെ യഥാർത്ഥ ഷോ ഇന്ന് നടക്കാൻ പോവുകയാണ്. ഓപ്പറേഷൻ ഡെമോ എന്ന പേരിലാണ് ആ ദൃശ്യവിസ്മയം ഇന്ന് അരങ്ങേറാൻ പോകുന്നത്. പ്രശാന്ത് കൃഷ്ണയുണ്ട്. പ്രശാന്ത്, പറയൂ, രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? 4:30 തുടങ്ങുമെന്നുള്ളതായിരുന്നു. 4:30 സമയത്തിലേക്ക് എത്തുകയാണ്. കൃത്യസമയത്ത് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്തെ വ്യോമസേന ടെക്നിക്കൽ ഏരിയയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നാവികസേന അംഗങ്ങൾ, സൈനിക വിഭാഗങ്ങൾ രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ്. ഈ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങിയ ശേഷം അതുപോലെ തന്നെ രാഷ്ട്രപതിയെ ഔപചാരികമായി ഇപ്പോൾ ഗവർണർ അടക്കമുള്ളവർ സ്വീകരിച്ചതായാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശംഖുമുഖത്ത് തന്നെയാണ് ഈ നാവികസേനയുടെ ഇത്തവണത്തെ നാവികസേന ദിനാഘോഷം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ രാഷ്ട്രപതി വിമാനം ഇറങ്ങി ഈ ഔപചാരികമായ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം രാഷ്ട്രപതി തൊട്ടടുത്ത് തന്നെയുള്ള ശംഖുമുഖം തീരത്തിന്റെ കവാടത്താണ് നാവികസേനയുടെ ഇക്കൊല്ലത്തെ നാവികസേന ദിനാഘോഷം ഓപ്പറേഷൻ ഡെമോ 2025 നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഈ കേരള തീരത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള
നാവികസേനയുടെ പ്രകടനമാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി റിഹേഴ്സൽ നടക്കുന്നുണ്ട്. 1-ാം തീയതി വൈകിട്ട് പൂർണ്ണമായ ഡ്രസ് റിഹേഴ്സലാണ് നടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ INS വിക്രാന്ത് അടക്കം, അതായത് എയർക്രാഫ്റ്റ് കരിയറാണ്, എയർക്രാഫ്റ്റ് ഷിപ്പാണ് അത്. ഈ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച നാവികസേനയുടെ കപ്പലാണ്, പടക്കപ്പലാണ്. ഈ പടക്കപ്പലടക്കം പങ്കെടുക്കുന്ന നാവികസേന അഭ്യാസത്തിലാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ തുടങ്ങുന്ന ഈ 4:45 ആദ്യ പ്രകടനം തുടങ്ങും എന്നുള്ളതാണ്. ആ രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം 5:15 ഇതിലെ ചടങ്ങുകൾ നേരത്തെ തന്നെ കലാപരിപാടികൾ തുടങ്ങിയിരുന്നു. നേവിയുടെ ബാൻഡ് പെർഫോമൻസ് നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള കേരളീയ കലാരൂപങ്ങളുടെ പ്രകടനം ഇവിടെ നടന്നു. ഇനിയിപ്പോൾ അടുത്തത് രാഷ്ട്രപതി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ വേദിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓപ്പറേഷൻ ഡിമോ ആരംഭിക്കും. അത് സമയക്രമം ഇങ്ങനെയാണ്. വൈകിട്ട് ഇപ്പോൾ 5:15 തുടങ്ങുന്ന രീതിയിലുള്ള ക്രമീകരണമാണ്. 5:15 തുടങ്ങി 6 മണി കഴിയുന്നത് വരെ ഈ ഓപ്പറേഷൻ ഡിമോ നാവികസേനയുടെ ഈ അഭ്യാസ പ്രകടനം ഉണ്ടാകും. ഇതിൽ ആദ്യം നടക്കാൻ പോകുന്നത്, ഇതിൽ രാഷ്ട്രപതിക്ക് ഔപചാരികമായുള്ള നാവികസേനയുടെ സല്യൂട്ട് MH-60R ഹെലികോപ്റ്ററുകൾ ഈ തീരത്തെത്തി കടലിനോട് വളരെ താഴ്ന്ന് ഈ നാവികസേനയുടെ സൈനിക ശക്തി വിളിച്ചോതിക്കൊണ്ട് നാവികസേനയുടെ പ്രകടനമാണ് ശംഖുമുഖത്ത് നടക്കാൻ പോകുന്നത്. അതിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യമാകെയും.